ജീവിതത്തിലെ ചില മനോഹരമായ സത്യങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും മരിച്ചു വരണം എന്നാണ് തോന്നുന്നത്. കാരണം ഈ താൽക്കാലിക ലോകത്ത് പേരും പണവും പ്രശസ്തിയും എല്ലാം താൽക്കാലികമാണ്. എന്നാൽ ആളുകൾ ഇതെല്ലാം, ഈ രഹസ്യങ്ങളെല്ലാം തിരിച്ചറിയാൻ വളരെ വൈകുന്നു. നമ്മൾ മരിച്ചതിന് ശേഷമാണ് നമ്മൾക്ക് ആളുകളിൽ നിന്നും കൂടുതൽ സ്നേഹം കിട്ടുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒന്ന് മരിച്ച് തിരിച്ചു വന്ന് ജീവിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത്. നടക്കാത്ത കാര്യമാണ് എങ്കിലും പറയുക. അതുപോലെ നമ്മൾ സ്കൂൾ സമയം അല്ലെങ്കിൽ കോളേജ് ടൈമിലൊക്കെയാണ് നമുക്ക് സുഹൃത്ത് വലയങ്ങളുള്ളൂ. അതിലും അപ്പുറം പോയി കഴിഞ്ഞാൽ നമ്മളൊരു കല്യാണ ടൈം വരെ. അതിന് ശേഷം അല്ലെങ്കിൽ കോളേജ് ലൈഫിന് ശേഷം നമ്മൾ ഈ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഒന്ന് മാറി പിന്നെ എല്ലാവരും പണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓട്ടത്തിലാണ്. ജോലിക്കുള്ള ഓട്ടം, മത്സര പരീക്ഷകൾ, അങ്ങനെ എല്ലാം ഒരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു ലോകത്തേക്ക് പോകണം. പിന്നെ ഫ്രണ്ട്സിനൊന്നും അവിടെ പ്രാധാന്യം ഇല്ല. അപ്പോൾ നമ്മൾക്ക് ആ ഒരു സുഹൃത്ത് ബന്ധമൊക്കെ കിട്ടുന്നത് എപ്പോഴും ആ ഒരു 10-20 വർഷം വരെ തന്നെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളൊക്കെ ഒരു സെക്കൻഡ് പ്രയോറിറ്റിയാണ്. ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഒരിക്കലും സുഹൃത്തുക്കൾ വരുന്നില്ല. അതൊരു സത്യമാണ്. അതുപോലെ തന്നെയാണ് ഒരു സാഹചര്യവും ശാശ്വതമല്ല. അത് നല്ലതായാലും ചീത്തയായാലും അല്ലേ. അപ്പോൾ നല്ല കാലമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അഹങ്കരിക്കും വേണ്ട. ചീത്ത സമയം അല്ലെങ്കിൽ മോശം സമയമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മനസ്സിൽ കുറ്റബോധമോ കുറ്റപ്പെടുത്തലോ ഒന്നും ആവശ്യമില്ല. എല്ലാ സാഹചര്യങ്ങളും മാറി മറിയും. അതുപോലെ നല്ല മനുഷ്യന്മാരാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ആളുകൾ അതിന് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയാനുണ്ടാവും. അത് ഏത് കാര്യത്തിലായിക്കോട്ടെ, എത്ര നല്ല ആളുകളായിക്കോട്ടെ, എത്ര നല്ല കാര്യമായിക്കോട്ടെ, അതിനൊരു അഭിപ്രായം അവിടെ വന്നിരിക്കും. ഒരു കാര്യത്തിന് എന്തായാലും ഒരു രണ്ടഭിപ്രായം വന്നിരിക്കും. അതുപോലെ നമ്മൾ വ്യക്തി ജീവിതവും തൊഴിൽ ജീവിതവും ഒരു സന്തുലിതമായ അല്ലെങ്കിൽ നമുക്ക് തുല്യ തോതിൽ കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കുന്നത്. യഥാർത്ഥ ജീവിത വിജയം എന്ന് പറയുന്നത് അങ്ങനെ രണ്ട് വ്യക്തി ജീവിതത്തെയും തൊഴിൽ ജീവിതത്തെയും തുല്യമായി ബാലൻസ് ചെയ്യാൻ കഴിയുന്നവർ, അവർക്കാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്നത്. അതുപോലെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളുമായി നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയും. നമ്മൾ വിചാരിക്കും അപ്പോൾ അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല, എൻ്റെ ജീവിതം പൂർണ്ണമല്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അവളുടെ അഭാവത്തിലും അവൻ ജീവിക്കാനുള്ള ഒരു സാഹചര്യത്തിലെത്തും. അല്ലെങ്കിൽ നമ്മുടെ ആ സാഹചര്യം നമ്മളെ മാറ്റിമറിച്ചിരിക്കും. ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെടാൻ നമുക്ക് ജീവിക്കാൻ കഴിയും. അതൊരിക്കലും നമ്മൾ വിചാരിക്കും നമുക്കത് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾക്ക് ജീവിതത്തെ ക്രമീകരിക്കാനുള്ളൊരു കഴിവ് മനുഷ്യനുണ്ട്. നമ്മളൊരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പറയില്ല, അയ്യോ അയാളില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മളെ അതിനായിട്ട് പൊരുത്തപ്പെട്ട് ജീവിതത്തെ ക്രമീകരിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതുപോലെ നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളായിക്കട്ടെ, എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിവിധിയുണ്ട്. അത് ജീവിതത്തിലെ മാത്രമല്ല, പൊതുവെ ഏതൊരു കാര്യത്തിനും പരിഹാരമില്ലാത്ത പ്രശ്നമില്ല. ആ പരിഹാരം കണ്ടെത്തലും സോൾവ് ചെയ്യലൊക്കെയാണ് പ്രധാനം. അതുപോലെ എന്താ പറയുക, നമ്മൾ ഈ ഭൂമിയിൽ ഓരോ ദിവസവും ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. എങ്ങനെ? നമ്മളുടെ പ്രായത്തിലുള്ള പലരും ഇന്ന് ജീവനോടെ ഇല്ല. പല അസുഖങ്ങളാലും പല ആക്സിഡൻറ്റും ഒക്കെ ആയിട്ട് പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളിന്നും ജീവനോടെ എല്ലാ ആരോഗ്യത്തോടും സന്തോഷത്തോടും നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ നമ്മളിന്നും ദൈവത്തോട് നന്ദിയുള്ളവരാവുക. ഓക്കെ.